നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിക്കാൻ പോണേന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന്? ഇന്നത്തെ വീഡിയോ ശരിക്കും പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്തുകൊണ്ട് പണത്തെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെജോറിറ്റി ആൾക്കാർക്കും പണം എന്ന് പറഞ്ഞാൽ പേടിയാണ്, അല്ലെങ്കിൽ അതിന് കുറേ ഇമോഷണൽ ബാഗേജ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ പണം എന്ന് പറയുന്നത് ഒരു പേപ്പറോ ഒരു കറൻസി അല്ല, അതിനൊരു എനർജി ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും തെറ്റായിട്ട് ധരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പണത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പറാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതൊരു ജീവനുള്ളൊരു കാര്യമാണ്. ആ ഒരു പണത്തിന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ, നമ്മളിലേക്ക് അത് എന്തായിട്ട് സംഭവിക്കും? അത് നമ്മളിലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്ട് ചെയ്യും. പക്ഷെ നമ്മൾ അതിന് ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളിലുള്ള കാശും കൂടി പോയിക്കൊണ്ടിരിക്കും. രോഗമായിട്ട്, കടമായിട്ട്, പല പല രീതിയിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പണത്തെ സംബന്ധിച്ചുള്ള ആ ഒരു എനർജിയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോണത്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നതെന്ന്. കാര്യം പല ആളുകളുടെയും ഒരു പെയിൻ പോയിന്റ് ആണ് പണം എന്ന് പറയുന്നത്. അല്ലാതെ ആ ഒരു പണം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പണത്തെ നമ്മൾ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്താലുണ്ടല്ലോ, നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും അട്രാക്ട് ചെയ്യാനും നമ്മുടെ ലൈഫിൽ ഒരു അടിപൊളി ആയിട്ട് ഒരു മാഗ്നറ്റ് പോലെ പണക്കാരനാവാൻ പറ്റും. അതിപ്പോൾ ഏത് ആൾക്കും. അപ്പോൾ അത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരി നല്ല സപ്പോർട്ടാട്ടോ നിങ്ങളെല്ലാവരും തന്നെ. ഒത്തിരി ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്തു. ഒത്തിരി ആൾക്കാർക്ക് കോഴ്സുകളെ പറ്റി അറിയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കോഴ്സുകളെ പറ്റിയൊക്കെ അറിയണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ ഓഫീസ് നമ്പർ 9961005116 ആണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ വന്നത് ഷീജ.ജെയ്മോൻ.com ആണ്. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കാം, നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം, ഏത് പ്രോഗ്രാംസും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എടുക്കാനൊക്കെ പറ്റും, കൂടുതൽ പഠിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോവാണ്. കാര്യം എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു വീഡിയോ സ്പേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പണം എന്ന് പറയുന്നത് ഏതൊരാൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു അപാകത എന്താ വെച്ച് കഴിഞ്ഞാൽ, പണം ഉണ്ടാക്കണേ എങ്ങനെയാന്ന് ഡോക്ടറേറ്റ് എടുത്ത ഒരാൾക്കോ പ്രൊഫഷണലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ ആ എഡ്യൂക്കേഷൻ കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആൾക്കാർ ജോലി എടുക്കുന്നത്, പഠിക്കണത്. എല്ലാവരുടെയും ലക്ഷ്യം പണമാണെങ്കിൽ പോലും പല ആൾക്കാർക്കും ആ ലക്ഷ്യം സാധിക്കാൻ പറ്റാറില്ല. ഒരു 1% ആൾക്കാരാണ് സൂപ്പർ റിച്ച് ആവണേ. ഒരു 5% ആൾക്കാർക്കാണ് നല്ലൊരു വെൽത്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ആ ഒരു പണം ഉപയോഗിച്ച് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജീവിതം ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാറുള്ളൂ. 95% ആൾക്കാരും പണം എന്ന് പറഞ്ഞാൽ പേടിയാണ്, അല്ലെങ്കിൽ ഒരു വിഷമമാണ്, അല്ലെങ്കിൽ അതിനെ എപ്പോഴും ഒരു പെയിനായിട്ട് കാണുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റും. പക്ഷെ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്ര പണം ഉണ്ടാക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏത് വീട്ടിൽ താമസിക്കണം, എൻ്റെ ലൈഫിൽ എൻ്റെ മക്കളെ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കണം, എൻ്റെ എത്ര ജനറേഷൻ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മളുടെ ഒരു ചിന്തയുടെ ഒരു ബലമാണ്. അപ്പം നല്ല ചിന്തകൾ കൊണ്ടുവരികയും നല്ല ക്ലാരിറ്റിയുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവുകയും ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് പണം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ഞാനിത് ഇത്രയും ക്ലാരിറ്റിയോടെ പറഞ്ഞതെന്ന് അറിയാമോ? 19 വയസ്സിലാണ് ഞാൻ പണം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആ 19 വയസ്സിൽ പണം ഉണ്ടാക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യണേ, ഈ ജോലി ചെയ്യുമ്പോൾ ഈ ഉണ്ടാവുന്ന പണം കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് എൻ്റെ പണവുമായിട്ട് ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ജീവിക്കണം, എങ്ങനെയൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ ജീവിതം കൊണ്ടുപോകണം. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ആ ക്ലാരിറ്റി ഉണ്ടായപ്പോൾ വന്ന ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം ഒരു 32 വർഷമായി ഞാൻ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്. 32 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു വർക്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റി. ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം നമ്മൾക്ക് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ആ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നുകൊണ്ടാണ്. മക്കളെ വളരെ നല്ല രീതിയിലേക്ക് സ്കിൽഡ് ആക്കാൻ പറ്റി. അവരെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ വിട്ടിട്ട് പഠിപ്പിക്കാൻ പറ്റി. അവർക്കും വളരെ നല്ല രീതിയിലേക്ക് നല്ല ഇൻകമുള്ള ലെവലിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റി.
അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് സംഭവിക്കണേ? എങ്ങനെ കാശുണ്ടാക്കണമെന്നും ഈ കാശ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ള പഠനം വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചതുകൊണ്ട് ലൈഫ് ഈസി ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ലൈഫ് ഒത്തിരി ആൾക്കാരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരെ. അപ്പോൾ എൻ്റെ ഒരു പണം കൊണ്ട് എൻ്റെ ഒത്തിരി ആൾക്കാരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. പല ആളുകളുടെയും ജീവിതത്തിൽ മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഇവയൊക്കെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ജീവിതത്തിനെ പറ്റി പണം എന്ന് പറഞ്ഞാൽ പേടിയുള്ളൊരു കാര്യമായിരുന്നില്ല. പണത്തെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഒരു നല്ല റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, പണം എന്ന് പറയുന്ന ഒരു സമൃദ്ധിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അതിനെ ഒരിക്കലും പേടിച്ചിട്ടില്ല. അപ്പോൾ ആ പേടിയില്ലാതിരുന്നുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ പണത്തെ നമ്മളൊരു ടൂളായിട്ട് ഉപയോഗിച്ചു. ആ ടൂളായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു ദിവസം ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ എൻ്റെ പണത്തെ ഞാൻ ഉപയോഗിച്ച് എന്തിനാണെന്നറിയാമോ? സ്കിൽ ഡെവലപ്മെൻറ്റിനാണ്. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ല മെൻറ്റേഴ്സിൻ്റെ അടുത്ത് പോയി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, പുതിയ ഒരു ഡിജിറ്റൽ കോച്ചായിട്ട് നല്ല സമ്പത്തുണ്ടാക്കാനായിട്ടുള്ള സ്കില്ല് ഞാൻ നേടി. നല്ല ബുക്കുകൾ എഴുതാനായിട്ടുള്ള ലെവലിലേക്ക് സ്കിൽ നേടി. അതിനും ഞാൻ പോയിട്ട് എന്താ ചെയ്തതെന്നറിയുമോ? ഏറ്റവും നല്ല രീതിയിലേക്ക് ബുക്ക് എഴുതിയ ഏറ്റവും നല്ലൊരു മെൻറ്ററെ കണ്ടുപിടിച്ചു. ആ മെൻറ്റർക്ക് പൈസ കൊടുത്തു. എന്നിട്ട് ഞാൻ ഓൾമോസ്റ്റ് എങ്ങനെ ബുക്ക് എഴുതണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിന്ന് പഠിച്ചു. പഠിച്ചിട്ട് ഞാൻ ബുക്ക് എഴുതിയപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെ ബുക്ക് ആമസോണിൽ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കാറ്റഗറിയിൽ ബെസ്റ്റ്സെല്ലറായി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബുക്ക് വിറ്റിട്ടും എനിക്ക് കാശ് കിട്ടുന്നുണ്ട്. കാര്യം എന്താ? ആ ബുക്ക് വാങ്ങുന്ന ഓരോ ആൾക്കാർക്കും ഞാൻ ഓൾമോസ്റ്റ് 10 ഇരട്ടി 100 ഇരട്ടി മൂല്യം കൊടുക്കുന്നുണ്ട്. കാര്യം എൻ്റെ ഓൺ ലൈഫ് എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട്. നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ബുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ, ശുഭചിന്ത നൽകിയ വിസ്മയം എന്നാണ് ബുക്കിൻ്റെ പേര്. അത് ആമസോണിൽ അവൈലബിൾ ആണ്. എഗെയിൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു കമൻറ്റ് ഇട്ടാൽ എൻ്റെ ടീം നിങ്ങളെ ഓൾമോസ്റ്റ് ആ ബുക്ക് വാങ്ങാനായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എൻ്റെ ബുക്കുകൾ വാങ്ങാം. എങ്ങനെ ഒരു ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യണ ഒരു ഫാമിലിയിൽ നിന്ന്, ഒരു മിഡിൽ ക്ലാസ് ലൈഫ് ട്രാപ്പിൽ സ്ട്രഗിൾ ചെയ്തൊരു ഫാമിലിയിൽ നിന്ന് മില്യനെയർ ആയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ സമ്പത്തുണ്ടാക്കി, എന്തൊക്കെ അതിൻ്റെ അകത്തിൽ കടമ്പകളുണ്ടായിരുന്നു, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ നേരിട്ടത്, വളരെ പച്ചയ്ക്ക് 69 ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എൻ്റെ പണവുമായിട്ടുള്ള ബന്ധം, ഞാൻ എങ്ങനെ പണത്തെ കാണുന്നു, എന്താണ് എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യങ്ങൾ, ഇവയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ മനസ്സിലാവുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്കും പണം ഉണ്ടാക്കേണ്ട ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള കുറേ 69 ചാപ്റ്റേഴ്സ് നിങ്ങളെ ഒരു പണക്കാരനാക്കാനായിട്ടുള്ള ഒരു ക്ലാരിറ്റി തരും. അപ്പോൾ എന്തായാലും ബുക്ക് മേടിക്കുന്നവർക്ക് മേടിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 10 കാര്യങ്ങളാണ്. പണത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, മണി എന്ന് പറഞ്ഞാൽ എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾമോസ്റ്റ് പണത്തെ നമ്മൾ എന്തിനാണ് സമ്പാദിക്കണേ? പണത്തെ സമ്പാദിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫില്ലേ, നമ്മളൊരു ഫുൾഫിൽമെൻറ്റ്. ചിലപ്പോൾ അപ്പനും അമ്മയ്ക്കും, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പണം സമ്പാദിക്കാൻ തുടങ്ങിയെന്നറിയാമോ? എൻ്റെ ഡാഡിക്കും മമ്മിക്കും എപ്പോഴും അസുഖങ്ങൾ വരും. അപ്പോൾ ഈ അസുഖങ്ങൾ വരുമ്പോൾ അവരുടെ ബില്ലുകൾ കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒറ്റ റീസൺ കൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ അവർക്ക് എന്ത് അസുഖം വന്നാലും അവർക്ക് ആ ഒരു മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾക്ക് എന്തിനാണ് പണത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മളുടെ എന്താണോ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആഗ്രഹങ്ങൾ, നമ്മുടെ നീഡ് എന്താണ്, അവയെ ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ പണത്തെ ഉപയോഗിക്കുന്നത്. അല്ലാതെ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കണ കാര്യം, അല്ലെങ്കിൽ പണം ഇല്ലെങ്കിൽ പ്രശ്നം, ഇങ്ങനെയുള്ള ഒരു പണത്തെ നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. കാര്യം നമ്മൾക്ക് സ്കിൽഡ് ആവാൻ പറ്റുന്നു. പണത്തെ നമ്മൾ ഓൾമോസ്റ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ലൈഫ് മാറും. കാര്യം ഈ ഒരു സമയത്ത് കോവിഡ് പാൻഡമിക്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു പണത്തെ. കാര്യം ഞാൻ പണ്ട് എടുത്തൊരു LIC ആണ്. ആ LICയുടെ ഒരു പേയ്മെൻറ്റ് ഞാൻ മാറ്റിവെച്ചിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ആ കിട്ടിയ ലക്ഷങ്ങൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ഡിജിറ്റൽ കോച്ച് ആവാനും ഈ ഒരു ലൈഫ് കോച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ പഠിക്കുവാനുമാണ്. അപ്പോൾ ഏറ്റവും നല്ല മെൻറ്റേഴ്സിന്, പിന്നെ ബുക്കുകൾ എഴുതാനായിട്ടുള്ള സ്കില്ല് നേടാൻ, ഇങ്ങനെ പല പല കോഴ്സുകൾ ഞാൻ ഓൾമോസ്റ്റ് പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എൻ്റെ ഒരു കുറേ വർഷത്തെ ഒരു ശരിക്കും എന്താ, കുറേ വർഷമായിട്ട് ഞാൻ 20 വർഷമായിട്ട് അടച്ചുകൊണ്ടിരുന്നൊരു എമൗണ്ടാണ് എനിക്ക് ആ ഒരു കോവിഡിൽ ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഞാനത് എനിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു.
അല്ലാതെ വീട്ടിലെ മറ്റേ സ്വർണം മേടിക്കാനോ അല്ലെങ്കിൽ ചെലവിനല്ല. ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പൈസ മാറ്റിയത്. ആ ഒരു മാറ്റിയപ്പോൾ എനിക്ക് എന്ത് ഗുണമുണ്ടായി? ആ ഒറ്റ റീസൺ കൊണ്ട് എനിക്ക് വേറൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, മണി ഒരു എനർജിയാണ്. അതിനെ നമ്മളൊരു ടൂളായിട്ട് കണ്ട് നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളുടെ ആഗ്രഹങ്ങളുള്ള ഇപ്പൊ നല്ല വണ്ടി മേടിക്കാനാവാം. എൻ്റെ ഒരു പൈസ കിട്ടിയപ്പോൾ ഞാനൊരു മെഴ്സിഡസ് ബെൻസ് മേടിച്ചു. കാര്യം എന്താ, അതെൻ്റെ ഒരു വർഷങ്ങളായിട്ടൊരു ഡ്രീമായിരുന്നു. ഒരു മെഴ്സിഡസ് എനിക്ക് സ്വന്തമായിട്ട് വേണം എന്നുള്ളത്. അപ്പൊ പൈസയെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മളുടെ ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ട് നമ്മൾ അതിനെ കാണുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ വേണം. അപ്പൊ ഈ ഒരു ഗോളും ക്ലാരിറ്റിയൊക്കെ ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ സക്സസ് ഒരാൾക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് എറണാകുളത്തൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്കൊരു കല്യാണം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. അതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നത് 23 വയസ്സിലാണ്. അപ്പൊ 23 വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ വീട് വാടക വീടാണ്. അപ്പൊ അന്ന് ശരിക്കും നല്ലൊരു വീടാണ് ഞാൻ ഓൾമോസ്റ്റ് വാടകയ്ക്ക് എടുത്തിരുന്നത്. അപ്പൊ ആ ഒരു വീടിന് അന്ന് 5000 രൂപ റെന്റ് കൊടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു വീട്, അത്യാവശ്യം ഒരു പുതിയ വീടായിരുന്നു. അപ്പൊ ആ ഓൾമോസ്റ്റ് ആ ഒരു വീടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം. ഈ റെന്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ ഓരോ അഡ്വർടൈസ്മെന്റ് ഒക്കെ നോക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഇങ്ങനൊരു അഡ്വർടൈസ്മെന്റ് കണ്ടു. മരടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്, 8 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് എന്ന് പറഞ്ഞൊരു ആഡ്. അപ്പൊ ആ ആഡ് ഞാൻ വിളിച്ചു. ഒരു ഡോക്ടറിന്റെ വീടായിരുന്നു. അപ്പൊ ഞാൻ പോയി ആ വീട് മേടിച്ചു. എഗെയിൻ ഓൾമോസ്റ്റ് അതിലേക്ക് ഒരു 3-4 ലക്ഷം രൂപയും കൂടിയൊക്കെ മുടക്കി ഒരു 12 ലക്ഷം രൂപയാണ് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ വീടിന് വേണ്ടിയിട്ട് അന്ന് ഇൻവെസ്റ്റ് ചെയ്തത്. 8 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു. 4 ലാക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സംഘടിപ്പിക്കുക ചെയ്തത്. അങ്ങനെ 12 ലാക്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വീട് ഞാൻ വാങ്ങി. അന്ന് ശരിക്കും ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വന്തമായിട്ടൊരു വണ്ടി പോലും ഞാൻ മേടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, എനിക്കൊരു എറണാകുളത്ത് സ്വന്തമായിട്ട് വീട് വേണം. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കൊരു ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടൊരു ലൈഫ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് എന്താ വേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അപ്പൊ അത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫെഡറൽ ബാങ്കിൽ നിന്ന് ഒരു 8 ലക്ഷം രൂപ ലോൺ എടുത്തു. ബാക്കിയുള്ള കാശ് നമ്മൾ തന്നെ സംഘടിപ്പിച്ച് ആ ഒരു വീട് വാങ്ങി. അപ്പൊ 24 വയസ്സിൽ സ്വന്തമായിട്ടൊരു വീട്. അതൊരു ഭയങ്കര പ്രൗഡായിരുന്നു. കാര്യം അന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു വീടൊന്നുമില്ല. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് സ്വന്തമായിട്ട് ആ ഒരു ബൈക്കോ കാറോ പോലും മേടിച്ചിട്ടില്ല. ബൈക്കും കാറും ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ വണ്ടിയാണ് യൂസ് ചെയ്യണേ. അന്ന് എസ്റ്റീമാണ് ജെയ്മോന്റെ വണ്ടി. അപ്പൊ അതാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബൈക്ക് മമ്മി മേടിച്ചു കൊടുത്ത ബൈക്കാണ്. അപ്പൊ ഈ 2 വണ്ടിയാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ആ വണ്ടിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നത് ഞാനും ജെയ്മോനും തന്നെയായിരുന്നു. കാര്യം മമ്മി എടുത്തു തന്നെങ്കിലും ഇൻസ്റ്റാൾമെന്റ് മമ്മിയെ കൊണ്ട് അടുപ്പിച്ചില്ല. കാര്യം നമ്മളല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻസ്റ്റാൾമെന്റ് ഞാനും ജെയ്മോനും തന്നെ അടച്ചിട്ടുണ്ടായത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എന്ത് സക്സസ് വേണമെങ്കിലും നമ്മൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ആ ക്ലാരിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പല ആൾക്കാരും ഇന്ന് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവ് എടുത്ത് വയ്ക്കുന്ന പിള്ളേരുണ്ട്. അതും വലിയ വലിയ വീട്ടിലെ പിള്ളേര്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, ഒരു വാല്യൂസ് ഉള്ള ഒരു വീട്ടിൽ നിന്ന് വന്നൊരു പയ്യൻ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ പണി ചെയ്യൂല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കാശുണ്ടാക്കുമ്പോൾ അതൊരു വാല്യൂ ഉള്ള ഒരു സർവീസ് കൊടുത്തിട്ടാണ് കാശുണ്ടാക്കേണ്ടത്. അല്ലാതെ എളുപ്പ വഴികൾ എടുക്കുക, ആളുകളുടെ കാശ് തട്ടിച്ചെടുക്കുക, ഇതൊന്നും നല്ലൊരു കാര്യമല്ല. കാര്യം അങ്ങനെ നിൽക്കുമ്പോൾ എന്താ പ്രശ്നം? അങ്ങനെയുള്ള ലെവലിൽ നമ്മൾ പൈസ ഉണ്ടാക്കുമ്പോൾ ആ പൈസ ഒരു നെഗറ്റീവാണ്. ആ നെഗറ്റീവായിട്ടുള്ള പൈസ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മളുടെ കയ്യിൽ നിന്ന് അതിനേക്കാൾ കൂടുതലായിട്ട് പോകും. നമ്മൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാം. അതിന് നിങ്ങൾക്ക് ഗോൾ ഉണ്ടാവുക. ആ ഗോളിലേക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് നിങ്ങളൊരു ആക്ഷൻ ഉണ്ടാക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ഓൾമോസ്റ്റ് ഒരു വീട് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി, ഒരു ലോൺ മേടിച്ചു. ആ ലോൺ ഇട്ടിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഓരോ മാസവും അതിന്റെ കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് അടച്ചു. അങ്ങനെ മൂവ് ചെയ്ത് ആ ലോൺ തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു വീട് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തിൽ അടുത്ത വീട് വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഈ വീട് വെച്ച് എൻ്റെ ബിസിനസ്സുകൾ വളരെ നല്ല രീതിയിൽ ഡെവലപ്ഡായി. എനിക്ക് ശരിക്കും വളരെ നല്ല രീതിയിൽ സമ്പത്ത് ഉണ്ടാവാൻ തുടങ്ങിയപ്പോൾ 2001 ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഓൾമോസ്റ്റ് രണ്ടാമത്തെ വീടിലേക്ക് വേണ്ടി, ആ വീടുള്ളപ്പോൾ തന്നെ ഞാനൊരു 70 സെന്റ് സ്ഥലം വാങ്ങിയിട്ട്
അടുത്തൊരു വീടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾക്കൊരു ഗോൾ ഉണ്ടാവുകയും ആ ഗോളിലേക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ അവിടെ ഇപ്പോൾ നമ്മൾ പോയി ആർക്കിടെക്റ്റിനെയൊക്കെ കണ്ട് നമ്മളൊരു വളരെ നല്ല രീതിയിലേക്ക് വളരെ നല്ല ഒരു അന്തസ്സായിട്ടുള്ളൊരു വീട് വെച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും നേടണം എന്നുണ്ടെങ്കിൽ ഗോൾ ഉണ്ടാവണം. അപ്പോൾ ആ ഗോളിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്ത് നമ്മൾ അതിനു വേണ്ടി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ എന്താ ഗുണമാണ്. പിന്നെ ആ വീട് വെക്കുന്ന സമയമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആ ആദ്യത്തെ വീട് ഞാൻ വിറ്റു. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഓൾമോസ്റ്റ് 1 കോടിയുടെ ലോൺ എടുത്തു. ഈ 2 കാര്യങ്ങളും കൂടി ബേസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഭംഗിയുള്ളൊരു വീട് വെക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ എന്ത് നേടണമെങ്കിലും നമ്മളുടെ ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മളുടെ വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാതെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള തലയിൽ മുണ്ടിട്ട് ചെയ്യണ അന്തസ്സില്ലാത്ത പണിക്ക് പോകാതിരിക്കുക. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കുക. കാശുണ്ടാക്കുമ്പോൾ അന്തസ്സായിട്ടുള്ള ആളുകൾക്ക് നല്ല വാല്യൂ കൊടുത്ത് നല്ല രീതിയിലേക്കുള്ള പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തലമുറകളിലേക്ക് അത് നിർത്താൻ പറ്റും. അല്ലാതെ എളുപ്പ വഴിക്കൊക്കെ പോയിട്ട് പെട്ടെന്ന് കാശുണ്ടാക്കാന്ന് പറഞ്ഞ് പോണത് ഒരു കാര്യമില്ല. കാര്യം എന്താ, നമ്മൾക്ക് അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ വല്ല ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾക്ക് അത് വരുമ്പോഴത്തേക്കുള്ള ഗിൽറ്റ് വരും, പ്രശ്നങ്ങൾ വരും. നമ്മൾ തന്നെ ശരിയല്ല എന്ന് തോന്നുന്നതോടെ നമ്മളെ ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അത് വാല്യൂ ഡ്രിവൺ ആയിട്ട് വർക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പണം ആൾക്കാർക്ക് ഉണ്ടാവാറില്ല. അതിന്റെ റീസൺ എന്താണെന്നറിയാമോ? പല ആൾക്കാർക്കും പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാ. പണം എന്ന് പറഞ്ഞാൽ എന്താ പറയും, പണം ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ പണമുള്ളവരെല്ലാം പിശാചുക്കളാണ്, അല്ലെങ്കിൽ അവര് തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുള്ളൂ, അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിച്ചിട്ട കാശുണ്ടാക്കണേ. ഇങ്ങനെയൊക്കെയാണ് ഒരു 90% ആൾക്കാരുടെ ചിന്താഗതി പോണെ. അപ്പൊ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് പണമായിട്ട് നിങ്ങളുടെ ചിന്തകൾ എന്താണ്? പണം ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാം കള്ളന്മാരാണെന്നാണോ? പണം ഉണ്ടാക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണെന്നാണോ? പണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയാണെന്നാണോ? അത് പണം മരത്തിൽ കായ്ക്കില്ലെന്നാണോ? എന്താണ് നിങ്ങളുടെ തോട്ട്സ്? അത് നിങ്ങൾ ഓൾമോസ്റ്റ് ഒന്ന് ബേസ് ചെയ്യണം. ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ്. ഇപ്പൊ എൻ്റെ ക്ലാസ്സിന്റെ താഴെ വന്നിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ പറയും, ഞാൻ ഈ ക്ലാസ് എടുക്കണത് പൈസ ഉണ്ടാക്കാനാണ്. സത്യമായിട്ടും അതെ, പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. കാര്യം ഇത് ക്ലാസ് എടുക്കണത് ഒരു സർവീസാണ്. ആ സർവീസ് വാല്യൂ ഉള്ള സർവീസ് കൊടുക്കണമെങ്കിൽ അതിന് കാശ് തന്നെ. നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാത്തൊരു എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ വാല്യൂ ഉള്ള എന്ത് കാര്യവും ഫ്രീ ആയിട്ട് കിട്ടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചിന്ത നല്ല ക്ലാസ്സുകൾക്ക് പോണത് ചെലവായിട്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇപ്പൊ കിടക്കുന്ന അവസ്ഥയിൽ കിടക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ മെച്ചപ്പെടണം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ നിങ്ങൾക്ക് നല്ല കോച്ചിന്റെ സപ്പോർട്ട് വേണം. കാര്യം എന്താ, നിങ്ങളുടെ ഈ നെഗറ്റീവ് ഇമോഷൻസ് എന്താന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു കോച്ചിനെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചിന്തകളും നെഗറ്റീവായിട്ട് ഇമോഷനുമായിട്ട് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ എന്ത് പണിയെടുത്താലും നിങ്ങൾക്ക് ആഗ്രഹിക്കണ ആ ഫിനാൻഷ്യൽ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പണമായിട്ടുള്ള എല്ലാ നിങ്ങളുടെ ലിമിറ്റഡ് ബിലീഫ്സിനെയും എടുത്തു കളയാനായിട്ട് ഉള്ള സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നല്ല ആൾക്കാരുടെ അടുത്ത് വരണം. നിങ്ങൾ ആ നല്ല ആളുകളുടെ അടുത്ത് വന്ന് അവരുടെ സപ്പോർട്ട് എടുത്ത് നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റിലൊരു മാറ്റം വന്നാൽ മാത്രമേ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. പണം നിങ്ങൾക്ക് ഉണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ലെവലിലേക്ക് നിങ്ങളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല ബുക്കുകൾ വായിക്കുക, നല്ല കോച്ചസിൻ്റെ അണ്ടറിൽ നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഫീലിങ്ങിനെയൊക്കെ മൈൻഡ് സെറ്റിനെ ഒന്ന് മാറ്റാനായിട്ടുള്ള ലെവലിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക. ആ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അതില്ലെങ്കിൽ എന്താ പ്രശ്നം ചെയ്യുമ്പോൾ ആ റൈറ്റ് എൻവയോൺമെൻറ്റും റൈറ്റ് ആൾക്കാരും നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് വിജയമാവുന്നത്. എഗെയിൻ ഒരു നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പ്ലാൻസ് ഒക്കെ ഉണ്ടാവും, ഹാർഡ് വർക്ക് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അവരുടെ പ്രശ്നം, അവർക്ക് ഗോളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഗോൾ ഉണ്ടെങ്കിൽ അവരെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 അവേഴ്സിലും മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ നേരെ ഫോൺ ചെയ്യണം നിങ്ങളെ, എടാ ഇന്ന് എനിക്ക് അമ്മയും കൊണ്ടൊന്ന് ആശുപത്രിയിൽ പോകണം, അപ്പോൾ ശരിക്കും വെച്ചാൽ നീയും കൂടി ഒന്ന് വന്നേക്കെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരാവശ്യമില്ല, നമ്മൾ ലീവ് എടുക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കാഷ്വാലിറ്റി ആണ്. നമ്മളവിടെ പോയി ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോവാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു റെഗുലർ ആയിട്ടുള്ള റുട്ടീൻ ചെക്കപ്പാണ്. പക്ഷെ അതിൽ ശരിക്കും വീട്ടിലിരിക്കുന്ന അമ്മ മാത്രം മോൾക്ക് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ
മോളുടെ സപ്പോർട്ട് എടുത്താൽ മതി. പക്ഷെ ആൾക്ക് അന്ന് ലീവ് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്താ? അത് ചെയ്യാൻ വേണ്ടി ശരിക്കും എന്താണ്, സിസ്റ്റർ ജോലി ഇല്ലാത്ത സിസ്റ്റർ ഉണ്ട്, ഇവരുടെ വൈഫിനും ജോലി ഇല്ലാത്തതാണ്. ഈ 2 സ്ത്രീകളെ അതിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയുടെ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിയുള്ള ഒരാള് ജോലിയിൽ നിന്ന് ശരിക്കും അന്ന് ലീവ് എടുത്ത് അവര് വർക്ക് ചെയ്യാതെ ഇവരാണ് പോകണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? അങ്ങേരുടെ ഗോളിലേക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് കല്യാണത്തിന് പോകുന്നു, സിനിമ കാണാൻ ലീവ് എടുക്കുന്നു. നമ്മളുടെ ഒരു ഗോളിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മൾക്കൊരിക്കലും ഫിനാൻഷ്യൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല. പല ആൾക്കാരും ജോലി കിട്ടിയിട്ട് ലീവ് എടുക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. എന്തിനാ ജോലി ചേരണേ? ലീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ലൈഫിൽ എന്തിലും സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടാവണം, കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം, കണ്ടിന്യൂസ് ആക്ഷൻ വേണം. അപ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കണം, ഞാനിപ്പോൾ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എവറി ഡേ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ യൂട്യൂബ് ഇപ്പം എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും ആൾക്കാർ വരാൻ തുടങ്ങുന്നു, നല്ല വ്യൂ കിട്ടാൻ തുടങ്ങുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു പൈസ കിട്ടാനുള്ള ഒരു അവസ്ഥയിലേക്ക് എൻ്റെ യൂട്യൂബ് മാറിയിരിക്കുന്നു. അപ്പം അതിൻ്റെ ഒരു കാരണം എന്താ? ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആക്ഷൻ, ഡിസിപ്ലിൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ് ഉണ്ടാവണം, ഇപ്പം ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ കോച്ച് ചെയ്യുന്നറിയാമോ? നിങ്ങൾ സാധാരണഗതിയിൽ 24 മണിക്കൂറും എല്ലാവർക്കും ഉള്ളൂ. പക്ഷേ ഈ 24 മണിക്കൂറിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അപ്പം എൻ്റെ മിറക്കിൾ മോർണിംഗ് മില്യനിയർ വർക്ക്ഷോപ്പ് ഞാൻ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ആ സമയത്തെ എങ്ങനെ ഹൈലി പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്കൊരു ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസിലേക്ക് എങ്ങനെ പോകാം, മൾട്ടിപ്പിൾ ഇൻകം ഉള്ള ആളായിട്ട് എങ്ങനെ മാറാം, എങ്ങനെ നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യാം, എങ്ങനെ ശരിക്കും ഹൈലി പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ ജീവിക്കാം, ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രെയിം വർക്ക് പഠിച്ച് അത് ചെയ്യണ ആൾക്കാർക്ക് 1 വർഷത്തിലൊക്കെ അവരുടെ എൻഡിയർ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് കാര്യങ്ങളും നേടണം എന്നുണ്ടെങ്കിൽ ആക്ഷൻ വേണം. ആ ആക്ഷനിലേക്ക് പോകണമെങ്കിലുണ്ടല്ലോ, നമ്മളുടെ ഒരു ബ്രെയിനിന് ഒരു സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ, ഇപ്പോൾ എൻ്റെ പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ നിങ്ങളെ ഞാൻ ഹാൻഡ് ഹോൾഡ് ചെയ്യുവാണ്. എല്ലാ ദിവസം എൻ്റെ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഗുഡ് മോർണിംഗ് ഇടുവാണ്. ആ ഗുഡ് മോർണിംഗ് ഇടുന്നു, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകളിലേക്ക് ഞാൻ നിങ്ങളെ രാവിലെ വിളിച്ചെണീപ്പിക്കുവാണ്. വിളിച്ചെണീപ്പിച്ചിട്ടാണ് നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് കയറ്റണേ. അപ്പോൾ ഇതിനൊക്കെ കാശ് തരാതെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വല്ല നടക്കുന്ന കാര്യമാണോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് കാര്യത്തിനും ആക്ഷൻ ഇല്ലെങ്കിൽ ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റില്ല. എഗെയിൻ അവസാനത്തെ കാര്യം എന്താ അറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാശൊക്കെ ഉണ്ടാക്കി ഒത്തിരി കാശുകാരാകുമ്പോൾ ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടെടുത്ത കാശ് എനിക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് അറിയാമോ? നമ്മൾ ആൾക്കാരെ സഹായിക്കണം. കാരണം ഓരോ മനുഷ്യനും ഇല്ലാത്തപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. പല ആൾക്കാരും എന്നോട് പറയും, എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല, എനിക്കൊരു ലോട്ടറി ഒക്കെ അടിച്ച് ഞാൻ ഒത്തിരി ആൾക്കാരെ സഹായിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കാശ് കിട്ടി എനിക്ക് എല്ലാവരെയും സഹായിക്കും. ഞാൻ നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കരുത്. അങ്ങനെ ആറ്റിറ്റ്യൂഡ് എടുക്കണവർക്ക്, കിട്ടിയിട്ട് കൊടുക്കാന്ന് പറയുന്നവർക്ക് ലോകത്ത് ഒരിക്കലും ഒന്നും കിട്ടിയ ചരിത്രമില്ല. അപ്പം നമ്മൾക്ക് ഉള്ളതിൽ നിന്ന് നമ്മൾ, ഇപ്പം ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ മമ്മി എപ്പോഴും ഈ ചോറ് അരി വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, എപ്പോഴും ഓരോ സമയത്ത് അരി വെക്കുമ്പോഴും ഒരു പിടി അരി എടുത്തിട്ട് ഒരു സഞ്ചിയിലേക്ക് ഇടുമായിരുന്നു. അപ്പം മമ്മിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ വിൻസെൻ്റ് പോളിന് കൊടുക്കും. അപ്പം എപ്പോഴും മമ്മി ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ അരി ഇട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ അവിടെയുള്ള ചേച്ചിമാർ കാശ് അരി വെക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും എപ്പോഴും മമ്മി കൊടുക്കും, അല്ലെങ്കിൽ തേങ്ങ കൊടുക്കും, എന്തും എടുത്തു കൊടുക്കും. അപ്പൊ ഈ ഒരു കാര്യം കണ്ടു കണ്ടു വന്നതാണ് എൻ്റെ ലൈഫിൽ ആളുകളെ കൊടുക്കണ ലെവലിലേക്കുള്ള ഒരു ശീലം ഉണ്ടാക്കിയത് എൻ്റെ മമ്മിയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, കിട്ടിയിട്ട് കൊടുക്കാമെന്നല്ല, നമ്മൾക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കണ ലെവലിലേക്ക് നമ്മൾ മൂവ് ഔട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, ലൈഫിൽ അങ്ങനെയുള്ള ആൾക്കാർക്കില്ലേ, ഒരിക്കലും ഒന്നിനും ഒരു കുറവ് വരില്ല. ഇന്ന് വരെ എൻ്റെ ലൈഫിൽ എനിക്കൊരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു പ്രിൻസിപ്പിൾ എപ്പോഴും പാലിക്കുന്ന ഒരാളാണ്. ഏതൊരാളെയും ഓൾമോസ്റ്റ് പറ്റാവുന്ന രീതിയിൽ എൻ്റെ ഒരു പൈസയുടെ ഒരു 10% ആണ് ഞാൻ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. പക്ഷെ അത് നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാറുള്ളൂ. എനിക്കും അറിയുന്ന ആൾക്കാരെ, അല്ലാതെ കാണുന്ന എല്ലാ ആൾക്കാരെയും ബേസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം എനിക്കില്ല.
ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഫിനാൻസിൻ്റെ എൻ്റെ ഒരു വരുമാനത്തിൻ്റെ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ്, അതിൽ കൂടുതൽ ഞാൻ പോയി വർക്ക് ചെയ്യാറില്ല. ആ ഒരു പെർസെൻറ്റേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് പേസ് ചെയ്യാറുണ്ട്. അല്ലാതെ കാണുന്ന എല്ലാ ആൾക്കാർക്കും വന്ന് കാശ് കൊടുക്കുക ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ അറിവാവാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ക്ലാസ് എനിക്ക് വേണമെങ്കിൽ ഈ ക്ലാസ് എടുത്തിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് വെറുതെ വളരെ നന്നായിട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ സമ്പത്തും ഞാൻ വർഷങ്ങൾ പണിയെടുത്തുണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, ഒരു ബിസിനസ്സിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾക്ക്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു പെട്ട് കിടക്കുന്ന ഒരാൾക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയാമോ? അവരെ എന്ത് പ്രശ്നത്തെയും സോൾവ് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ 32 വർഷം കൊണ്ട് എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നേടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാന്ന് പറഞ്ഞാൽ പോലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഈ ഒരു 32 ഇയേഴ്സ് വെച്ചിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ നേടിയിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും നിങ്ങൾക്കൊരു കൊടുക്കാനായിട്ടുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓൾമോസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആവാം, പണമാവാം, നമ്മുടെ സമയമാവാം, ഇതൊക്കെ നമ്മൾ നീഡിയായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാവുന്നത്. നമ്മൾ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, എൻ്റെ ജീവിതം ഒരു ധന്യമാണല്ലോ. ഞാൻ ഈ ഒരു കോച്ചായിട്ടൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 99 റുപ്പീസിനും 199 റുപ്പീസിനൊക്കെയാണ് ഞാൻ ഈ ഒരു കോവിഡിൽ എല്ലാവരെയും പഠിപ്പിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ ഈ ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു, ഈ ചെറിയ പൈസക്കാണെങ്കിലും. ഇപ്പോഴും എൻ്റെ പൈസയും പഠിപ്പിക്കുന്നതായിട്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഞാൻ ആദ്യം പഠിപ്പിക്കുമ്പോഴും മണിക്കൂറുകൾ പഠിപ്പിക്കും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴും എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, ഷീജ, നീ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിനക്ക് ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കാശ് വല്ലതും കിട്ടുന്നുണ്ടോ? ഈ ചെറിയ കാശിന് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നിന്റെ ഒരു വിലയില്ലാത്തൊരവസ്ഥയാക്കുകയല്ലേ ചെയ്യണേ. നിനക്ക് നല്ല വാല്യൂ ഉള്ള ഒരാളല്ലേ, അപ്പൊ നീ എന്തിന് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് പഠിപ്പിക്കണം? അപ്പൊ ഞാൻ എന്തുകൊണ്ട് അത് പഠിപ്പിക്കാൻ റെഡിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ ആൾക്കാർക്കുണ്ടല്ലോ, ഇപ്പൊ ബിസിനസ്സുകാരൊക്കെ 10,000 രൂപ 20,000 രൂപ 1,00,000 രൂപയൊക്കെ കൊടുത്തിട്ട് 2 ലക്ഷം 5 ലക്ഷം ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോയി പഠിക്കും. കാര്യം എന്താ പറയുക, ഞങ്ങൾക്കറിയാം പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും കാര്യമൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ ശിവക്കേരയുടെ ക്ലാസ്, റോബിൻ ശർമ്മയുടെ ക്ലാസ്, ലോകത്തുള്ള ഏത് നല്ല ആൾക്കാരുടെ അടുത്തും പോയി ഞങ്ങൾ കാശ് മുടക്കി പഠിക്കും. കാര്യം ആ പഠിക്കണ കൊണ്ടാണ് നമ്മളുടെ ബിസിനസ്സിന് ഗ്രോത്ത് കിട്ടണേന്ന് നല്ല ബോധ്യമുണ്ട്. അപ്പൊ പല ആൾക്കാർക്കും എന്ത് സംഭവിക്കും, ഈ ബോധ്യം ഇല്ല. ഈ ബോധ്യം ഇല്ലാത്തതുകൊണ്ട് എന്ത് പറയും, അയ്യോ അത് തട്ടിക്കലല്ലേ, ആ കാശ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാശ് പോകൂലേ. അപ്പൊ ഈ പോകും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കഴിഞ്ഞാല്, ഒരാളും അവരുടെ എക്സ്പീരിയൻസ് ഫ്രീ ആയിട്ട് ആർക്കും തരില്ല. അപ്പൊ ആ ഫ്രീ ആയിട്ട് എക്സ്പീരിയൻസ് തരും. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച, ഇപ്പൊ ടാറ്റ തന്നെ ഒത്തിരി അധികം കാശുണ്ടാക്കി അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആ ഒരു മനുഷ്യൻ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഫ്രണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ കുറച്ചൊരു വീൽ ചെയർ ഡൊണേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങേരുടെ ഫ്രണ്ട് ആയതുകൊണ്ട് അങ്ങേര് പറഞ്ഞു, ശരി വീൽ ചെയർ തരാം. ഞാൻ അതപ്പോൾ ഡൊണേറ്റ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു, ഇന്ന് ഫ്രീ ആണോ? അതെ, ഞാൻ ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാവോ, എൻ്റെ കൂടെ ഈ ഡൊണേഷൻ കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങേര് അന്ന് ഫ്രീ ആയതുകൊണ്ട് അങ്ങേര് ഇദ്ദേഹത്തിന്റെ കൂടെ ആ ഒരു ഫംഗ്ഷന് പോവാണ്. അപ്പൊ അവിടെ ചെന്ന് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും ആ ഒരു വീൽ ചെയർ കിട്ടിയ ഒരു കുട്ടി വന്നിട്ട് അദ്ദേഹത്തെ കാണാനും അവന്റെ കണ്ണിൽ ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ ഓരോ ആൾക്കാരുള്ള ഗ്രാറ്റിറ്റ്യൂഡൊക്കെ കണ്ടപ്പോഴേ ടാറ്റയ്ക്ക് മനസ്സിലായി, ലൈഫിൽ സത്യസന്ധമായിട്ട് വന്ന ഈ പണമൊന്നുമല്ല ഒന്നും. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ആ പണം ഉപയോഗിച്ച് അവനെ അങ്ങോട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ, അവനെ എംപവർ ചെയ്യുമ്പോൾ, അതാണ് ആ ഒരു പണത്തിനുള്ളൊരു മൂല്യം എന്ന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ വരുമാനം മുഴുവനും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് മാറ്റാൻ തുടങ്ങി. അതോടെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ധന്യമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കുവാണ്. നമ്മളുടെ പണം, നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പണത്തിന്റെ ഒരു ചെറിയൊരു വീതമെങ്കിലും അത് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോൾ, നമ്മുടെ തലമുറകളിലേക്ക് നമ്മളൊരു സമ്പാദ്യം ഉണ്ടാക്കുവാണ്, സ്വർഗത്തിലൊരു സമ്പാദ്യം ഉണ്ടാക്കുവാണ്. അപ്പൊ ആ ഒരു സിസ്റ്റവും കൂടി നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ, ഒരു അബണ്ടൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു പിച്ചക്കാരന്റെ മനസ്സുള്ള, ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് 100 രൂപ എടുത്ത് കൊടുക്കുക. അപ്പൊ അയാൾക്ക് ആ 100 രൂപ കൊണ്ടേ എനിക്ക് ഇന്ന് മീൻ മേടിക്കാം എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, കൊടുക്കണമെങ്കിൽ പോലും ഒരു നിറവിന്റെ മനസ്സുണ്ടാവണം. ആ നിറവിന്റെ മനസ്സ് നിങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, നിങ്ങളിലേക്ക് പണവും സമ്പത്തും എല്ലാം ഐശ്വര്യമായിട്ട് ഒഴുകും. അപ്പൊ അതും നിങ്ങൾ ഉണ്ടാക്കുക. 100 രൂപയാണ്, ഒരു 10 രൂപ കൊടുക്കാനുള്ള ലെവലിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക.
രൂപ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കും. കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അരികാട്ടോ മണി, ഇത് പോയിട്ട് 100 ഇരട്ടിയായിട്ട് തിരിച്ചു വരട്ടെ, ഇത് ഇയാൾക്ക് അത്രയധികം ബലം ഉണ്ടാവട്ടെ. അല്ലാതെ ഇങ്ങനെ തിരുമ്മി കൊടുക്കരുത്. കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? വളരെ സന്തോഷത്തിൽ ബ്ലെസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു എനർജി നമ്മളിലേക്ക് എന്ത് ചെയ്യും? നമ്മളിലേക്ക് 10 ടൈംസ് 1000 ടൈംസ് ആയിട്ട് തിരിച്ചു വരും. അപ്പൊ അതും കൂടി പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും നമ്മൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുമോ? നമ്മുടെ ലൈഫിലുള്ള നന്മയെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് നമ്മളുടെ ജീവിതം അത്രയും ബ്ലെസ് ചെയ്തേക്കണ, അനുഗ്രഹമാക്കിക്കണ നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ മാതാപിതാക്കള്, നമുക്കൊരു സമ്പത്തും ഇല്ലാത്തപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ബില്ലടച്ചേക്കണ അവരെയൊക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കാൻ പറ്റുമോ? ആ ഒരു വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇവയൊക്കെ ശരിക്കും വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫിനാൻഷ്യൽ സക്സസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അടിത്തറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു മനോഭാവവും മൈൻഡ് സെറ്റും ഒക്കെ വളർത്തി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി 100% എടുത്ത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് നല്ല ഇന്റൻഷൻ വെച്ച് മുന്നോട്ട് പോയി കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരാളായിട്ട് മാറിയാലുണ്ടല്ലോ, പണം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലൊക്കെ പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാംസിൽ വരാം. എങ്ങനെ ഒരു അബണ്ടൻസിലേക്ക് പോകാം എന്നുള്ളത് ഞാൻ ഹാൻഡ് ഹോൾഡ് ചെയ്യാം. നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു മജീഷ്യനെ പോലെ നിങ്ങൾക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. കാര്യം ലൈഫ് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ്. പക്ഷെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടുകൾ, നമ്മളുടെ ലിമിറ്റഡ് ബിലീഫ്സ്, നമ്മളുടെ ഓരോ പ്രശ്നങ്ങളാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കാതിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. ലൈഫിനെ ഏറ്റവും ഒരു പുഴയെ പോലെ ഒഴുകാനായിട്ടുള്ള ലെവലിലേക്ക് അങ്ങ് കൊണ്ടുപോവുക. കാര്യം എന്താ? പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാലുണ്ടല്ലോ, നല്ല ഇന്റൻഷനുള്ള ഏതൊരു നന്മയുള്ള ഒരു മനുഷ്യനും ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഓരോ വീഡിയോസും ബേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു ടൈമും എഫേർട്ടൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അത് മൂല്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു മൈൻഡ് സെറ്റിൽ വ്യത്യാസം കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും. അപ്പം അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ ഒത്തിരി സന്തോഷം, ഒത്തിരി അധികം നന്ദി. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.